Hi friends, welcome to Crucible. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടുകയാണ്. പഞ്ചാബ് കിങ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള മുല്ലൻപൂരിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. മുല്ലൻപൂരിലെ ഒരു പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ്. കഴിഞ്ഞ ഒരു മത്സരത്തിൽ അവിടെ പഞ്ചാബ് കിങ്സും ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള മത്സരത്തിൽ രണ്ട് ടീമുകളും 200-ന് മുകളിലുള്ള ഒരു സ്കോർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ്. പക്ഷേ അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് ഒരു 185 എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു 190-ക്കൊക്കെ മീതെ പോവുകയാണെങ്കിൽ അത് ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു വലിയ ഗ്രൗണ്ടാണ് മുല്ലൻപൂരിലേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സിക്സറുകളും ബൗണ്ടറികളും ഒന്നും നേടാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 185, 190 എന്നൊക്കെ പറയുന്നത് പാർ സ്കോറാണ്. 190-ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ ചേസിങ് ഒട്ടും ഈസി ആയിരിക്കില്ല എന്നുള്ള പ്രശ്നമാണ് മുല്ലൻപൂരിലുള്ളത്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ അവിടുത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള പിച്ചായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പിച്ചാണ്. ഒരു പുതിയ സ്റ്റേഡിയമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുള്ളതാണ് ആ പിച്ചൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരാനായിട്ട് 1-2 വർഷം എടുക്കും. അപ്പോൾ അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുമില്ല. ഏതായാലും നല്ലൊരു മത്സരം കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ ഒരു പ്രോബബിൾ ലെവലിലേക്ക് പോകുമ്പോൾ പ്രിയാൻ ഷാരയും പ്രഭ്സിമ്രൻ സിംഗുമാണ് അവരുടെ ടീമിലെ ഓപ്പണിംഗ് സ്ലോട്ടിലുള്ളത്. രണ്ടുപേരും നല്ല ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അവർ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു. SRHുമായിട്ട് ഒരു മികച്ച തുടക്കം നൽകാനായിട്ട് രണ്ടുപേർക്കും സാധിച്ചിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഒരു നല്ല തുടക്കമായിരുന്നു. നമ്പർ 3 പൊസിഷനിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യരാണ്. കഴിഞ്ഞ മത്സരത്തിൽ SRHുമായിട്ട് 80-ൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കസ് സ്റ്റോയിനിസ് ആയിരിക്കും. അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ആ ഒരു പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ മാത്രം കുറച്ച് ബാക്കിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ നേഹൽ വധേര നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ടച്ചിലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ശശാങ്ക് സിംഗ് ആണ്. ശശാങ്ക് സിംഗ് നല്ലൊരു ഫിനിഷർ ആണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ മത്സരത്തിൽ റൺ നേടാനായിട്ട് സാധിച്ചില്ലെങ്കിലും അതിന് മുമ്പത്തെ മത്സരത്തിലൊക്കെ അവരുടെ ഒരു പ്രകടനത്തിൽ നിർണായക പങ്ക് വഹിച്ച താരമാണ് ശശാങ്ക് സിംഗ്. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ ഗ്ലെൻ മാക്സ്വെൽ ആണ്. അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ട് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഹാൻഡി ആയിട്ടുള്ള ഓസ്പിൻ അത് നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കോ യാൻസൺ ആണ്. നല്ല ഒരു ഓൾറൗണ്ടർ ആണെന്ന് നമുക്കറിയാം. ഒരു നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ബോളറാണ്. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഹർപ്രീത് ബ്രാറിനെ കളിപ്പിക്കണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഹർപ്രീത് ബ്രാറിനെ കളിപ്പിക്കണമെന്ന്. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് യുസി ചഹൽ നിറം മങ്ങി പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ യുസി ചഹലിന് സപ്പോർട്ടായിട്ട് ഇപ്പോൾ ടീമിലുള്ളത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. അതിന് പകരം ഹർപ്രീത് ബ്രാർ നല്ലൊരു സ്പിന്നറാണ്, നല്ലൊരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്, ഒപ്പം തന്നെ നല്ലൊരു ബാറ്ററും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ടീമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഡെപ്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കളിച്ചിരുന്നത് യഷ് താക്കൂർ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ്. അദ്ദേഹത്തിന് അത്രത്തോളം നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ അദ്ദേഹം ഉണ്ടാവണം എന്നാണ് നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ലോക്കി ഫർഗ്യൂസൺ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരമായിട്ട് ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളറിനെ ടീമിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് സാധിക്കും. അത് രണ്ടുപേരാണ് ആ പൊസിഷനിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് സേവിയർ ബാർലറ്റ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ ആ ടീമിലുണ്ട്. അല്ലെങ്കിൽ അസ്മത്തുള്ള ഒമർസായി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഓൾറൗണ്ടറാണ്. അദ്ദേഹം വരികയാണെങ്കിൽ ടീമിൽ ബാറ്റിങ്ങിൽ കുറച്ചും കൂടെ ഒരു ഡെപ്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇനി നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും അർഷദീപ് സിംഗ് തന്നെയാണ് ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക. ഒരു ഇമ്പാക്ട് സബായിട്ട് അവർ യൂസ് ചെയ്യുന്നത് യുസി ചഹലിനെയാണ്. അദ്ദേഹം തന്നെ എനിക്ക് ഈ മത്സരത്തിൽ ഉണ്ടാവുക. യുസി ചഹലിന്റെ ബോളിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഒരുപാട് വിക്കറ്റുകൾ നേടുന്ന ഒരു താരമാണ് യുസി ചഹൽ. പക്ഷേ ഈ വർഷത്തെ IPL അത് അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹർപ്രീത് ബ്രാറിനെ ടീമിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ ക്വിന്റൻ ഡീകോക്ക് ആണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ കൂടെ സുനിൽ നരൈൻ ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ സുനിൽ നരൈൻ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം ഒരു 40-ൽ കൂടുതൽ റൺസ് നേടിയിരുന്നു. അതൊരു ലോ സ്കോറിംഗ് മാച്ച് ആയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട്. ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വളരെ ഏകപക്ഷീയമായിട്ട് ജയിക്കാനായിട്ട് KKR സാധിച്ചിരിക്കുന്നു. ആ ഒരു കോൺഫിഡൻസുമായിട്ടായിരിക്കും അവരിന്ന് മുല്ലൻപൂരിൽ കളിക്കാൻ ഇറങ്ങുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. നമ്പർ 3 പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള അജിങ്ക്യ രഹാനെയാണ്. നല്ല ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ വെങ്കടേഷ് അയ്യർ. അദ്ദേഹം കഴിഞ്ഞ ആദ്യത്തെ മത്സരങ്ങളിലൊന്നും നല്ല പ്രകടനം ആയിരുന്നില്ലെങ്കിലും കഴിഞ്ഞ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ നല്ലപോലെ കളിക്കുന്നുണ്ട്. നമ്പർ 5 പൊസിഷനിൽ അവരുടെ യങ്സ്റ്റർ ആയിട്ടുള്ള അങ്കുഷ് രഘുവംശി ആയിരിക്കും. നമ്പർ 6 പൊസിഷനിൽ ഓസ്പിൻ ബോളറായിട്ടുള്ള മൊയിൻ അലി ആയിരിക്കും. നല്ലൊരു ബാറ്ററാണ് അദ്ദേഹം. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ റിങ്കു സിംഗും നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ ആൻഡ്രേ റസലുമാണ്. ആൻഡ്രേ റസൽ ഇപ്പോൾ ഈ ടൂർണമെന്റിൽ ബോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു നല്ല കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു ഡെത്ത് ഓവേഴ്സിലൊക്കെ നല്ലപോലെ എറിയാൻ സാധിക്കുന്ന ഒരു താരമാണ്. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ ഹർഷിത് റാണയാണ്. എപ്പോഴും വിക്കറ്റ് എടുക്കുന്ന ഒരു ബോളറാണ് ഹർഷിത് റാണ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയായിരിക്കും. നമ്പർ 10 പൊസിഷനിൽ സ്വിംഗ് ബോളറായിട്ടുള്ള വൈഭവ് അറോറയാണ്. നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും.
നമ്പർ 11 പൊസിഷനിൽ മാറ്റം ഉണ്ടാവില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച T20 ബോളർമാരുടെ ഒരാളായിട്ടുള്ള വരുൺ ചക്രവർത്തിയാണ് ആ പൊസിഷനിൽ ഉണ്ടാവുക. ഇനി അവർക്കൊരു ഇമ്പാക്ട് സബ് ആയിട്ട് വേണമെങ്കിൽ രമൺദീപ് സിംഗിനെ ഉപയോഗിക്കാം. കാരണം ഇത്രത്തോളം ബാറ്റിങ്ങിന് ഡെപ്ത് ഉള്ളതുകൊണ്ട് തന്നെ അത് വേണ്ടി വരുമോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ അവരുടെ ടീമിൽ നല്ലൊരു ഫാസ്റ്റ് ബോളർ ഉണ്ട്, ചേതൻ സക്രിയ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ താരമാണ്. അദ്ദേഹം പലപ്പോഴും രാജസ്ഥാൻ റോയൽസിനൊക്കെ വേണ്ടി ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചാബ് കിങ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ യൂസി ചഹലിന് നല്ലപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഹർപ്രീത് ബ്രാറിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നല്ലപോലെ ബൗൾ ചെയ്തിരുന്ന ലോക്കി ഫർഗ്യൂസിന് ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. ഇതാണ് അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 240 മുകളിലുള്ള ഒരു സ്കോറാണ് അവർ നേടിയത്. പക്ഷെ അത് SRH ചേസ് ചെയ്യുകയായിരുന്നു. ഇനി KKRന്റെ ഒരു സ്ട്രെങ്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ക്വിന്റൻ ഡി കോക്കിനും സുനിൽ നരേനും കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ്. ക്വിന്റൻ ഡി കോക്ക് രണ്ടാമത്തെ മത്സരത്തിൽ 97 റൺസ് നേടിയിരുന്നു. സുനിൽ നരേൻ കഴിഞ്ഞ മത്സരത്തിൽ 40 റൺസ് നേടിയിരുന്നു. സുനിൽ നരേന്റെ ബാറ്റിംഗിലുള്ള ഫോം അവർക്ക് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഒരു വർഷം അവർ കപ്പ് നേടാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സുനിൽ നരേൻ ബാറ്റ് കൊണ്ട് നേടിയ റൺസുകളാണ്. ക്രൂഷ്യൽ ആയിട്ടുള്ള റൺസുകളായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും ഇപ്പോൾ ഒപ്പം മൊയിൻ അലിയും കൂടെ ചേരുമ്പോൾ ശക്തമായ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. വൈഭവ് അറോറ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു താരമാണ്. ഡെത്ത് ഓവേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ ആൻഡ്രെ റസൽ ഇപ്പോൾ ബോൾ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു സ്ട്രെങ്ത് ആണ്. ഒപ്പം തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഹർഷിത് റാണ, അദ്ദേഹം ഡെത്ത് ഓവറിൽ നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് എന്നുള്ള പ്രത്യേകത. ഇനി നമ്മൾ നമ്മുടെ ഒരു ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ്. ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ ശ്രേയസ് അയ്യരെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേഹൽ വധേരനെ ടീമിൽ ഉൾപ്പെടുത്തുകയാണ്. നല്ല ഫോമിലായതുകൊണ്ട് ശശാങ്ക് സിംഗിനെ ഉറപ്പായിട്ടും നമ്മൾ ഈ ടീമിൽ ഉൾപ്പെടുത്തണം. മാർക്കോ യാൻസൺ രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ഒരു ഫാന്റസി പോയിന്റ് ലഭിക്കാൻ സാധ്യതയുള്ള പ്ലെയർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ്. ഹർഷദീപ് സിംഗിനെ ഞാൻ എടുക്കുന്നു, കാരണം അപ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കുന്ന ബോളർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കുന്നു. സുനിൽ നരേനെയാണ് ഞാൻ ഇതിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ടീമിലെടുക്കുന്നു. ക്വിന്റൻ ഡി കോക്ക് വിക്കറ്റ് കീപ്പറായിട്ട് ടീമിലുണ്ടാവണം. അജിങ്ക്യ രഹാനെ ടീമിലെടുക്കുകയാണ്. ആൻഡ്രെ റസലിന് അദ്ദേഹം ബൗൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ടീമിലെടുക്കുകയാണ്. ഹർഷിത് റാണ എപ്പോഴും ഫാന്റസി പിക്കിൽ എടുക്കുമ്പോൾ 2-3 വിക്കറ്റുകൾ നേടുന്ന താരമാണ്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയെയും നമ്മൾ ഫാന്റസി പിക്കിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത്. ഏതായാലും മുല്ലൻപൂരിലെ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഒരു 185, 190 എന്ന് പറയുന്ന സ്കോറിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ നല്ലൊരു മത്സരം കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഏതായാലും രണ്ട് ടീമുകളുടെയും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു സ്കോർ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ KKRന് കുറച്ച് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ്. ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളില്ല. ഏകദേശം നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന താരങ്ങളാണ് ഇരു ടീമുകളിലും ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും നല്ല ഒരു മത്സരം കാണാനായിട്ട് എല്ലാ ആരാധകർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.